ദിവിഷ് നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടമാണ് ഈ ഒരു ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ദുരന്തത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. ദിവിഷ്, പുഞ്ചിരി മാഞ്ഞുപോയ സ്ഥലമാണ് ഇന്ന് ആ പ്രദേശം. എത്രയോ വീടുകൾ ഉണ്ടായിരുന്നു, എത്രയോ പേരുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മണ്ണെടുത്തു പോയി. അവിടെ നോക്കൂ, ഇപ്പം നമ്മൾ ഈ അതിജീവനം എന്ന് പറയുന്നുണ്ട്. ഇനി തിരിച്ച് ആ ഭൂമിയിലേക്ക് ആ മനുഷ്യർക്ക്, ബാക്കിയായ മനുഷ്യർക്ക് തിരിച്ചു വന്ന് ജീവിതം പഴയ പോലെ തുടങ്ങുക, അത് സാധ്യമാണോ? ദിവിഷൻ അവിടെ നിൽക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് തോന്നുന്നു? അതും ഒരുപക്ഷെ അസാധ്യമല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു, നമ്മളോട് സംസാരിച്ചു. ഞാൻ അതിലേക്ക് വരാം. കാരണം ഈ നിൽക്കുന്ന സ്ഥലം ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം. ഇത് ഈ ദുരന്തം തുടങ്ങിയ സ്ഥലമാണ്. ഇവിടുന്ന് ഈ താഴേക്ക് കാണുന്ന ഈ പാറക്കെട്ടുകളുണ്ടല്ലോ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന മണ്ണ് മുഴുവൻ ഒലിച്ചെടുത്തുകൊണ്ടാണ് ഇത് പോയത്. ഇവിടുന്ന് മേൽപോട്ട് ഏറെ എനിക്ക് തോന്നുന്നു ഒരു 800 മീറ്ററൊക്കെ ആയിരിക്കാം. ഇവിടുന്ന് നോക്കി കണക്കാക്കിയാൽ ഒരുപക്ഷെ ആ തുടക്കം ഈ താഴെ ഈ വെള്ളം ഒഴുകുന്നതിലൂടെ ഇത്രയും ഭാഗത്തെ മണ്ണെടുത്തുകൊണ്ട് ആ മുകളിലേക്ക്, ആ തൊട്ട് മുകളിൽ കാണുന്ന ആ ഇടിച്ചിറങ്ങിയ ഭാഗമാണ് ഈ ദുരന്തം തുടങ്ങിയ സ്ഥലം. അതിലേക്ക് ഇപ്പോഴും ആയിരിക്കും കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും വെള്ളച്ചാലുകൾ ആ മലയുടെ മുകളിൽ നിന്ന് പല കോണുകളിൽ നിന്നായി വെള്ളച്ചാലുകൾ ആ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഭാഗത്തുകൂടി പോലും വെള്ളം ഒഴുകുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ തുടക്ക സ്ഥലം. ആ വെള്ളച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ എന്തൊരു രസമാണ്, ഒരു വെള്ള വര പോലെ മനോഹരമായ സ്ഥലമായി നമുക്ക് തോന്നും. പക്ഷേ ആ വെള്ള വരയാണ് ഒരു പ്രളയം കണക്കെ ഇവിടുന്ന് എടുത്തടിച്ചുകൊണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇതുവരെ അധികം പേരൊന്നും വന്നില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥർ അല്പം മുൻപ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറിയ പ്രയാസമാണ്, റിസ്ക്കുമാണ്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും സ്ഥലത്തെ മണ്ണും കല്ലും എടുത്തു വന്നു. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഒക്കെ ചില വീടുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പക്ഷേ അവിടെ വാസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ഞാൻ ഒരു വനവകുപ്പ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ ഏരിയയിൽ തന്നെയുള്ളതാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇവിടേക്ക് ഇനി താമസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വരും, ആളുകൾ ഇനിയും വരും, ഇതൊക്കെ കണ്ട് മനസ്സുറപ്പിച്ച് ആളുകൾ വരും. അങ്ങനെ അസാധ്യമായ കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു പരിചിതമായിരിക്കുമല്ലോ, ഇവിടുത്തെ ഒരു ടെറൈനെ കുറിച്ചും ഇവിടുത്തെ പ്രകൃതി നൽകുന്ന വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ വളരെ പരിചിതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞു പോകില്ല, തിരിച്ചു വരാൻ കഴിയുന്നവർ വരിക തന്നെ എനിക്കറിയാം. അങ്ങനെയും സാധ്യത. അങ്ങനെ നമ്മളെല്ലാം ഈ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഈ നാട് മുഴുവൻ വിട്ടുപോവുക എന്നതും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു പുനരധിവാസം ഒരുക്കുക എന്നതും പ്രായോഗികമല്ല. കുറച്ചുകൂടി സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നവർക്ക് ഇങ്ങോട്ട് മടങ്ങി വരാൻ, കാരണം ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഏലമൊക്കെ അതിൻ്റെ ഒരു വിളവെടുപ്പിന്റെ ഒക്കെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തി പോകാനൊക്കെ ആളുകൾ എത്രത്തോളം, അവർക്ക് അതിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആൾനാശമില്ലാത്തവർ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. നമുക്കും അതിൽ ഉറപ്പില്ല. അതൊക്കെ അവർ എടുക്കേണ്ട കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ ആളുകളെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന ആൾ പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്ത് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇതാണ് ഈ പുഞ്ചിരിമട്ടത്തിന്റെ, പുഞ്ചിരിയൊക്കെ മാഞ്ഞുപോയി. ഈ പ്രകൃതിയെ പുഞ്ചിരിക്കാതെ ഇവിടെ നിന്ന് സാധാരണ ഇതിൽ ആര്യ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്നാൽ എത്ര മനോഹരമായ സ്ഥലം. ഇപ്പോഴും ആ ചെറിയ മൂടൽമഞ്ഞ് മലകൾക്ക് മുകളിൽ കാണാം. പക്ഷേ ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും എടുത്തുമ്പോൾ ഈ വെയിലിന് നല്ല ചൂടുണ്ട്. എങ്കിലും മനോഹരമായ സ്ഥലം, പ്രകൃതിയിലേക്ക് ഒരു മടക്കമെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ആലങ്കാരികമായി പറയുന്നൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കതൊന്നും പറയാൻ കഴിയില്ല. ഇത് കണ്ടാൽ ഭയം എന്നൊരു വികാരം മാത്രമേ ആദ്യഘട്ടത്തിൽ, ഇങ്ങനെയൊക്കെ ഇടിച്ചിറങ്ങി ഭൂമി വരുമോ എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇപ്പൊ ഈ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിനു, ഇങ്ങോട്ടേക്ക് ഈ പാറയിടുക്ക് കണ്ടോ, ആ ഇടുക്ക് അത്രയുമൊക്കെ ഒരു ചെറിയ ചാല് പോലെ ഒഴുകിയിരുന്നതാണ്. പക്ഷെ ആ ഇടുക്കിന്റെ മുകളിലേക്ക് മണ്ണ് ഇത് മുഴുവൻ ക്ലിയർ ചെയ്തുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഈ ഒഴുക്കിന്റെ പാത ക്ലിയർ ചെയ്തുകൊണ്ടാണ്. അത് ഇത്രയും സ്ഥലത്തെ മണ്ണും കല്ലും എല്ലാമാണ് താഴെയുള്ള വീടുകൾ. അപ്പോൾ ഓരോ മീറ്റർ പിന്നിടുമ്പോഴും അത്രയും അധികം സാധനങ്ങൾ ഇതിൽ, ഈ മലയുടെ സത്യത്തിൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇതിന്റെ ഒരു 1% എന്നൊക്കെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. നേരത്തെ കണ്ട ആ ഇടിഞ്ഞ ഭാഗമല്ല, ഇത്രയും വലിയ ഭീമാകാരമായ മലയുടെ ഒരു കുഞ്ഞു ശതമാനം മാത്രമാണ് ഇടിഞ്ഞു പോകുന്നത്. അതിന്റെ ഒരു തുടക്കം അങ്ങനെയാണ്. അവിടുന്ന് പക്ഷെ അത് താഴേക്ക് വരുമ്പോൾ എത്രമാത്രം വലുപ്പത്തിൽ, എത്രമാത്രം ഭീകരമായ അവസ്ഥയിലാണ്. കാരണം ഇങ്ങനെ നിൽക്കണത് കണ്ടില്ലേ, ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയും ഭീകരമായ ഞാൻ ഭീകരം എന്ന് ഉദ്ദേശിക്കാൻ കാരണം സാധാരണ ഇതിൽ നമ്മൾ മനോഹരം എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ മനുഷ്യന്റെ അവസ്ഥയിൽ അത് ഭീകരാവസ്ഥ ആയതുകൊണ്ടാണ്. ഇങ്ങനെ പടുകൂറ്റൻ മലകൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഏരിയ പോകുന്നെങ്കിൽ അത് സ്വാഭാവികമായി ഇതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരു ആഘാതം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ആളുകളൊക്കെ പറഞ്ഞ് ഇനിയും മഴ കനത്താൽ ചിലപ്പോൾ
സൈഡുകളിൽ നിന്ന് വലിയൊരു അപകടമെന്ന നിലയ്ക്കല്ല, പക്ഷേ ഇളകിയ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും, നമ്മളും ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നതിനനുസരിച്ചുള്ള ഒരു അകലമൊക്കെ ഇട്ടാട്ടോ സഞ്ചരിക്കുന്നത്. നമ്മളൊരു റിസ്ക് എടുക്കുക ആ രീതിയിൽ അപകടമുണ്ടാക്കുന്ന രീതിയിലല്ല എന്ന് പ്രത്യേകം പ്രേക്ഷകരോട് എടുത്തു പറയുകയാണ്. നമ്മൾ ആ ഒരു സുരക്ഷിതമായ അകലമൊക്കെ പാലിച്ചാണ് ഇവിടെ നിന്ന് ഈ വിവരങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇതിൽ നിന്ന് തുടങ്ങി എത്രയോ കിലോമീറ്ററുകൾ അപ്പുറേക്ക് വരെ ചൂരൽമലയൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ എത്തുമെന്ന്. പക്ഷേ മീറ്ററുകൾക്ക് ഇപ്പോൾ ഓരോ മീറ്റർ കഴിയും തോറും അതിൻ്റെ വലിപ്പം ഇങ്ങനെ ഭീമമായി വന്ന് വർദ്ധിച്ച് കടൽ പോലെ പരന്നൊഴുകിയാണ് നമ്മൾ ഇന്നീ കാണുന്ന ആഘാതമോ അത്രയും ഉണ്ടായത്. എന്തായാലും തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രകടിപ്പിക്കുന്നത്. നമ്മളോട് ആ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ആത്മവിശ്വാസം, തിരിച്ചു വരും എന്ന ആത്മവിശ്വാസം, അത് പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ആര്യ ഈ ദുരന്ത ചിത്രത്തിൻ്റെ തുടക്കം. പക്ഷേ ഇത് ഒരു പാഠത്തിൻ്റെ തുടക്കമായി മാറട്ടെ, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തുടക്കമായി മാറട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാം. ശരി ദിവിഷ, കൃത്യമായി തന്നെ നോക്കൂ, ദിവിഷ പറഞ്ഞതുപോലെ അതിൽ കൂടുതലൊന്നും പറയാനുമില്ല. പുഞ്ചിരിമട്ടം എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ഇന്ന് പുഞ്ചിരിയുള്ള ഒരു മുഖം പോലും അവിടെ കാണാൻ പ്രയാസമാണ്. ഈ ഒരു ഇത്രയും അധികം വ്യാപ്തിയിലുള്ള ഒരു ദുരന്തം കേരളം അതിന് മുന്നിൽ നിൽക്കുകയാണ്. ആ ദുരന്തത്തിന്റെ തുടക്കം, അതിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ദിവിഷ് നമുക്ക് കാണിച്ചത്. സാധാരണ ദിവിഷ് പറഞ്ഞതുപോലെ അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം സുന്ദരമായ പ്രദേശമാണ്. ഇതാ ഒരു ഭാഗത്തു കൂടി വെള്ളം ഒഴുകി വരുന്നു, മറുഭാഗത്ത് പച്ചപ്പ്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് പോയാൽ എത്ര ഗ്രാമീണ ഭംഗി, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ പ്രദേശത്തിന് എന്തായാലും ആ വാക്കുകളൊക്കെ അനുചിതമാണ്. എത്രയോ പേരുടെ സ്വപ്നങ്ങൾ, എത്രയോ പേരുടെ എല്ലാ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും കവർന്നെടുത്ത ആ ദുരന്തത്തിന്റെ തുടക്കം, ആ ഉത്ഭവ സ്ഥാനമാണ് ഈ പറയുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശം എന്നുള്ളത്. ദിവിഷ, ഇന്നിപ്പം സൂചിപ്പാറയിലാണ് ഏറ്റവും പ്രധാനമായും തെരച്ചിൽ. അവിടെ രക്ഷാപ്രവർത്തകർ പോകാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അതിലേക്ക് നീങ്ങുകയാണ് ആർമിയും പ്രവർത്തകരുമൊക്കെ. ഇതുവരെ ആരംഭിച്ചിട്ടില്ല, ചില കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം. ഈ പുഞ്ചിരിമട്ടത്തൊക്കെ ഇപ്പോൾ ഈ ദിവേഷ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ മൃതദേഹങ്ങൾക്ക് വേണ്ടി, കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് താഴെ വരെ വീടുകളുണ്ട് കേട്ടോ. സത്യത്തിൽ ആ വീടുകൾ കണ്ടാൽ ഇവിടെയൊക്കെ മനുഷ്യൻ താമസിക്കേണ്ടെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അതിന്റെ വീടും തകർന്നു. എന്നാൽ ഇവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ താമസിച്ചിരുന്നവർക്ക് ഈ കൂടെ അറിയാലോ. അപ്പോൾ ആ ഒരു നേരത്തെ നമ്മളോട് അന്ന് പറഞ്ഞിട്ടുള്ള രാമസ്വാമിയെ പോലുള്ള ആളുകളൊക്കെ മഴ കനത്തപ്പോൾ ഇത് ഇടിയുമെന്ന് തിരിച്ചറിയുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ആൾനാശം ഉണ്ടായിട്ടില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. പൊതുവെ ഇപ്പോൾ ഇവിടെ നാട്ടുകാരും പറയുന്നത് മുണ്ടക്കൈ ഭാഗത്ത് ആളുകൾ നഷ്ടപ്പെട്ട കുറവാണ്. ഇവിടുത്തെ സ്ഥിര താമസക്കാർ, ഈ പാടി അല്ലെങ്കിൽ അവിടെയൊക്കെ ഇപ്പോഴും നമുക്ക് കണക്കിൽപ്പെടാത്ത ആളുകളുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ താമസക്കാർ അവരൊക്കെ പരമാവധി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാറിൽ 3 പേർ വന്നു, ഒരു വീട്. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരുടെ വീടിനൊന്നും കുഴപ്പമില്ല, അപ്പോൾ അവർ നേരത്തെ മാറിയിരുന്നു. പക്ഷേ അവരുടെ ഉറ്റവരൊക്കെ പല ബന്ധുക്കളുമൊക്കെ ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ വീട് ഇടയ്ക്ക് വന്നൊന്ന് പരിശോധിച്ചിരുന്നു, ഇപ്പോഴും അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ അങ്ങനെ പരിശോധന എന്നത് നമ്മൾ നേരത്തെ ആ മുണ്ടക്കൈ പള്ളിയുടെ സമീപത്തൊരു ചെറിയ മണം അനുഭവപ്പെട്ട ഈ മഴയൊക്കെ പെയ്ത് വീണ്ടും ഒന്ന് നനഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും. അതിലിപ്പോൾ ജീവികളുടെയൊക്കെ ആകാം. കാരണം മരണശേഷം പിന്നെ എല്ലാം ഒന്ന് എന്ന് പറയുന്നത് പോലെയാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എങ്കിലും അങ്ങനെ ഒരു മണം അനുഭവപ്പെട്ട സ്ഥലത്ത് പരിശോധന നടത്താനുള്ള ശ്രമങ്ങൾ. ആദ്യം മഴയൊക്കെ കാരണം അവിടെയും ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഈ മഴ മാറുമ്പോഴേ പെട്ടെന്നൊരു വലിച്ചിൽ മണ്ണിനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിറ്റാച്ചിക്കൊക്കെ കയറി വന്ന് അവിടെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിൽ കുറച്ച് സന്നദ്ധ പ്രവർത്തകർ, NDRF, ഫയർഫോഴ്സിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അവിടെ പരിശോധന നടക്കുന്നത്. എങ്കിലും നേരത്തെ മന്ത്രി ശ്രീ കെ രാജൻ, ശ്രീ കെ ശശീന്ദ്രൻ, ഇവർ രണ്ടുപേരും ഞങ്ങൾ ഈ നിൽക്കുന്നതിന്റെ കുറച്ച് താഴെ വരെ അവരും വന്നു പോയതാണ്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് നമ്മൾ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഇവിടെയൊക്കെ പൂർത്തിയാക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൗത്യം എന്ന കണക്കെ സൂചിപ്പാറ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചത്. വളരെ പ്രയാസമുണ്ട് അവിടെ നിൽക്കാൻ പോലും.